അപ്പോഴേ ഞാനിപ്പോൾ നിൽക്കുന്നത് പന്ന്യങ്കര ടോൾ പ്ലാസയ്ക്ക് അടുത്താണ്. ഈ കാണുന്നത് NH 544 ആണ്. ഇത് നമ്മുടെ പഴയ NH 47 ആണ്. ഇപ്പോൾ ഇതിനെ NH 544 എന്നോ മറ്റോ പറയുന്നത്. അപ്പോൾ പന്ന്യങ്കര ടോൾ പ്ലാസ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടോൾ പ്ലാസയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതി. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വ്ളോഗിൽ കണ്ടാലോ? അപ്പോൾ ആയോ. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ പന്ന്യങ്കര ടോൾ പ്ലാസ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ വടക്കാഞ്ചേരി ചെന്നിട്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് റൈറ്റ് എടുത്ത് വേണം നെന്മാറയ്ക്ക് പോകാൻ. അപ്പോൾ ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു വേണം നമുക്ക് നെന്മാറയ്ക്ക് പോകാൻ കേട്ടോ. NH നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് വേണം നെന്മാറയ്ക്ക് പോകാൻ. നെന്മാറയിൽ നിന്നാണ് പിന്നെ നെല്ലിയാമ്പതിക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ജംഗ്ഷന്റെ പേരെന്ന് പറയുന്നത് മംഗളം ജംഗ്ഷൻ വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി അല്ല, വടക്കഞ്ചേരി അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നെന്മാറ ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നെന്മാറ ടൗൺ വരുന്നതിന് മുന്നേ ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുവശത്തും നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരു സ്ഥലമുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് വനമാണെന്ന് വിചാരിക്കും, പക്ഷെ വനമല്ല. ഇത് ഇവിടുത്തെ ഒരു അഗ്രികൾച്ചറൽ ഫാമിന്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. ഇവിടുത്തെ ഈ നെന്മാറ വെല്ലങ്ങി വേലയൊക്കെ നടക്കുന്ന സമയത്ത് ഈ ആനകളെയൊക്കെ കൊണ്ട് തളയ്ക്കുന്നത് ഈ തണൽ മരങ്ങൾക്കടുത്താണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം കാണുമ്പോൾ നല്ല ഒരു കാടിനകത്തൂടെ പോകുന്ന പ്രതീതിയാണ്. പക്ഷെ ഇത് സ്വാഭാവികമായിട്ടുള്ള കാടല്ല, ഇത് വനംവകുപ്പിന്റെ കീഴിലൊന്നും ഉള്ളതല്ല. ഇത് വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ്. അഗ്രികൾച്ചറൽ ഫാമിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നെന്മാറ ടൗൺ വരുന്നത്. അങ്ങനെ നമ്മൾ നെന്മാറ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നെന്മാറ ടൗണ്. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കടകളൊക്കെ മിക്കതും അടഞ്ഞു കിടക്കുകയാണ്. ഈ കാണുന്ന റോഡിൽ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് വേണം നെല്ലിയാമ്പതിക്ക് പോകാൻ. ഇവിടെ നെല്ലിയാമ്പതി 30 കിലോമീറ്റർ റൈറ്റിലേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രം നെന്മാറ, അതാണ് ഈ കാണുന്ന പിങ്ക് ബിൽഡിങ്. അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് നമ്മൾ ടേൺ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയുടെ ബോർഡറിലേക്ക് കയറിയിരിക്കുകയാണ്. വെൽക്കം ടു നെല്ലിയാമ്പതി, പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആണ് കേട്ടോ. ഇതാ മലനിരകളൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ അതിലേതോ ഒരു മലയുടെ മണ്ടയിലേക്കാണ് കയറി പോകാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഹിൽ വ്യൂ ഹോം സ്റ്റേ, ഹിൽ വ്യൂ അഡ്വഞ്ചർ സ്റ്റേ. ഇവിടെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് നമ്മൾ കടന്നു വേണം പോകാൻ. വൈൽഡ് ലൈഫ് സോൺ 30 km/h, ഡ്രൈവ് സ്ലോലി. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ, പേര്, കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. നിങ്ങളിവിടെ സ്റ്റേ അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ തിരിച്ച് ഈ ചെക്ക് പോസ്റ്റ് ഇറങ്ങണം. അങ്ങനെ നമ്മൾ ആ ചുരമൊക്കെ കയറി കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് വരുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ഒതുക്കാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ കാണുന്നുണ്ട്. അങ്ങ് മുകളിൽ നെല്ലിയാമ്പതി മലനിരകൾ, അതിലെല്ലാം ആ വെള്ള പോലെ കാണുന്നത് വെള്ളം ഒലിച്ചിറങ്ങി വരുന്നതാണ്. ആ വെള്ളം അവിടുന്ന് ഒലിച്ചിറങ്ങി വന്നത് ഇവിടെ വന്ന് പതിക്കുന്നുണ്ട്, നമുക്കത് കാണാം. പിന്നെ ഇവിടെ ഒരു ബോർഡുണ്ട്, നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് സ്വാഗതം, നിർമ്മൽ പുരസ്കാര ഗ്രാമം. അതെന്താണെന്നറിയില്ല, നിർമ്മൽ പുരസ്കാര ഗ്രാമം എന്നുള്ളത് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നെന്മാറ ഗ്രാമപഞ്ചായത്ത് ഇവിടെ കഴിയുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് തുടങ്ങുന്നത് ഇവിടുന്നാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ആ മുകളിലത്തെ മലയിൽ നിന്ന് വെള്ളം ഒരു ചെറിയ നൂല് പോലെ ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. പഞ്ഞിക്കെട്ട് പോലെ. ഞാനതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ചെറിയ രീതിയിൽ കണ്ടോ. ആ മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന കാഴ്ചയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണത് കാണാൻ. അത് അവിടുന്ന് ഒഴുകി ഇവിടെയാണ് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഈ റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റും. അങ്ങനെ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടോ. അങ്ങ് താഴെ മലനിരകൾ, പോത്തുണ്ടി ഡാമിൻ്റെ റിസർവോയർ, ഈ ഇരിക്കുന്ന മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ നല്ല രസമാണ് കാണാൻ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല കിണ്ണ സ്ഥലമാണ്. പക്ഷേ ഈ ഒരു പ്ലേസിൽ ആരും വണ്ടി നിർത്തിയിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല.
ബാക്കിയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു സ്ഥലം വന്നിട്ട് ഇവിടെങ്ങും ആരെയും കണ്ടില്ല. കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാ ഇവിടോട്ടൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് കാടിൻ്റെയൊക്കെ സ്വഭാവം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ ഡീപ്പ് ഫോറസ്റ്റ് പോലൊക്കെ, ഡീപ്പ് ഫോറസ്റ്റ് അല്ല എന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാകും. കണ്ടോ, കുറച്ചുകൂടെ തിക്കാണ് രണ്ട് സൈഡും. ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ രണ്ട് സൈഡിലും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ ഓപ്പൺ സ്പേസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ടൊക്കെ വരുമ്പം ആ ഒരു വന്യത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുവേ. ഇങ്ങോട്ടേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് വളവുകൾ ഒരുപാട് കൂടി, അടുത്തടുത്തടുത്ത് വളവുകളായി. അങ്ങനെ നമ്മൾ ആ ചുരമൊക്കെ കയറി ഇങ്ങ് മുകളിലെത്തിയിരിക്കുകയാണ്. കൈകാട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്, കൈകാട്ടി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നെല്ലിയാമ്പതി എത്തിയില്ല. നെല്ലിയാമ്പതി ഇവിടുന്ന് കൈകാട്ടിയിൽ നിന്ന് ഇനിയും കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകണം നെല്ലിയാമ്പതിക്ക്. അപ്പം നമ്മൾ റൂം എടുത്തിരിക്കുന്നത് നെല്ലിയാമ്പതി വരെ പോകേണ്ട, അതിന് മുന്നേ കൈകാട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 150 മീറ്റർ മാറിയാണ് നമ്മുടെ റൂം എടുത്തിരിക്കുന്നത്. ഇതാ ഇവിടെ വെൽക്കം ടു നെല്ലിയാമ്പതി, ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം നേരെ, സീതാർകുണ്ട് വ്യൂ പോയിന്റ് നേരെ, സീതാർകുണ്ട് വാട്ടർഫോൾസ് നേരെ, മീനംപാറ വ്യൂ പോയിന്റ്, മാട്ടുമല വ്യൂ പോയിന്റ്, കറാസൂരി വ്യൂ പോയിന്റോ, ഗ്രീൻലാൻഡ് ഫാം ഹൗസ്, പാതഗിരി പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, അത് രണ്ടും ഇങ്ങോട്ടേക്ക് വേണം ബോർഡ് വെച്ചിരിക്കുന്നത്. ഇതാണ് കൈക്കാട്ടിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൈക്കാട്ടി പുലിയമ്പാറ 3.6 കിലോമീറ്റർ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ഒരുപാട് വണ്ടികൾ. മുന്നിലൊരു വണ്ടി സൈറോസുകാരൻ അവിടെ നിർത്തി. എന്തായിരുന്നു ഉദ്ദേശമെന്നറിയില്ല. 2 ഹോൺ അടിച്ചപ്പം കാല് കൊടുത്തു പോയി. അപ്പം നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ITL ഹോളിഡേയ്സ് റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. റിസോർട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്തുവാണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സ്റ്റേയുടെ കാര്യങ്ങൾ വരുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. ITL റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത്. കണ്ടിട്ട് റിസോർട്ടിൻ്റെ ലുക്കൊന്നുമില്ല, എന്നാലും നോക്കാം എന്താ സെറ്റപ്പ് എന്ന് നോക്കാം. അപ്പോഴേ ഇവിടെ ITL ഹോളിഡേയ്സ് റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് യൂണിറ്റ് ഓഫ് DTPC സർക്കാരിൻ്റേതാണ് കേട്ടോ, കൈകാട്ടി നെല്ലിയാമ്പതി. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേ വരുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്, 2 പേർക്കുള്ള റൂം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ ഒരു ഡോറുണ്ട്, അത് എന്താ സംഭവം, ബാൽക്കണിയാണോ? ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇറങ്ങുന്നത് ഇങ്ങോട്ടേക്കാണ്. നമ്മൾ കയറി വന്ന ആ വഴിയാണ്, അവിടെ നിന്നാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ് ആണത്. അവിടുന്ന് ഇങ്ങോട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നിൽക്കാനുള്ള ചെറിയൊരു ബാൽക്കണി എല്ലാ റൂമിനും ഉണ്ട്. ഇങ്ങനെ ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്, ആ റൂമിനും അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വലിയ വ്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രണ്ടേജ് തന്നെയാണ് കാണുന്നത്, അതുകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ട്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തേച്ച് നമ്മൾ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചേച്ച് വീണ്ടും സ്ഥലങ്ങൾ കാണാനാണ്, സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുവാണേ. അപ്പോൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്തേച്ച് നമ്മൾ ആ ജംഗ്ഷനിൽ കണ്ട ഒരു 3 സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു പാറയും എന്തോ ഒരു വാട്ടർഫോൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ പോകുമ്പം ഈ മരങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ഒരു മലയുടെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും ഒരു നല്ലൊരു സൈറ്റ് സീയിങ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ കേശവംപാറ കാണാൻ വന്നിട്ട് ഇപ്പം കേശവംപാറ കാണുന്നില്ല, പകരം കേശവംപാറ കാണാൻ വന്ന വഴിക്ക് നമ്മളേതാണ്ട് ജീപ്പുകാർ പിടിച്ചു, ഓഫ് റോഡ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു റേറ്റൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു 14 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്യാൻ മതി. 2 വ്യൂ പോയിന്റ് അവർ പറഞ്ഞു, അവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അപ്പം വിചാരിച്ചു ഒന്ന് ഓഫ് റോഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് ആ ഒരു ഓഫ് റോഡ് എടുക്കാം. കേശവംപാറ നമുക്ക് പറ്റുവാണെങ്കിൽ പിന്നെ കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ പച്ച ജീപ്പ് എടുത്ത് ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ തൊട്ടാണ് ഓഫ് റോഡ് തുടങ്ങുന്നത്. നമ്മൾ ജീപ്പ് എടുത്തതെന്ന് ഇപ്പം നമ്മൾ എത്ര കിലോമീറ്റർ വന്നു ചേട്ടാ? 4 കിലോമീറ്റർ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഓഫ് റോഡ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ 2 വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. മിന്നാമ്പാറ, മാട്ടുമല പറഞ്ഞിട്ട് 2 വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. മിന്നാമ്പാറയും മാട്ടുമല അല്ലേ, 2 വ്യൂ പോയിന്റ്, 14 കിലോമീറ്റർ ഓഫ് റോഡാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ പേര് പറഞ്ഞ് കുമാറാണ്. കുമാർ ചേട്ടനാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഉള്ള ആള് തന്നെയാണ്. ഇത് ഓഫ് റോഡ് പോയിട്ട് വരുന്ന ജീപ്പായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വിട്ടാലോ? ഓക്കെ ജിജോനെ, ഓക്കെ പോയേക്കാം.
അപ്പോൾ ഈ കാണുന്ന ഫോറസ്റ്റിൻ്റെ ഈ ഒരു ഓഫീസിലുണ്ടല്ലോ, നമ്മൾ ഓഫ് റോഡ് പോകുന്നവരുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കണേ. പിന്നെ ഇവിടെ ഒരാൾക്ക് 60 രൂപയും ഒരു ജീപ്പിന് 100 രൂപയും വെച്ച് ഫീസും കൂടി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഒക്കെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് ജിയോയ്ക്കും BSNLനും മാത്രമേ റേഞ്ചും ഉള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓഫ് റോഡ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുറേ ജീപ്പുകൾ, 3 ജീപ്പുകൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓഫ് റോഡിൻ്റെ ആ ഒരു കഠിന യാത്രയെന്ന് പറയുന്നത്. നമ്മുടെ ജീപ്പിൽ വെറും 3 പേരെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കുലുക്കമായിരിക്കും, വണ്ടിക്ക് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയേച്ചും വരാം. നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്. ആദ്യം മിന്നാമ്പാറയിലേക്കും പിന്നെ മേട്ടുമലയിലേക്കും രണ്ടിടത്തേയും പോയിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വായോ. നമ്മളിപ്പോൾ മിന്നാമ്പാറയിലെത്തിയേ. ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡായിരുന്നു കേട്ടോ. ശരീരം മൊത്തം ഇളക്കി മറിച്ച് തലയും കാലും കൈയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയി തട്ടി നല്ല സുഖമുണ്ട്. പക്ഷേ രസമാണ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് എടുത്ത് ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ വ്യൂ പോയിന്റിൻ്റെ പേരാണ് മിന്നാമ്പാറ എന്ന് കേട്ടോ. മിന്നാമ്പാറ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഇതാണ് ആ വ്യൂ പോയിൻ്റ്. പക്ഷേ കോട കയറി വരുന്നുണ്ട്. കോട ഇങ്ങനെ കയറി വന്ന് കാഴ്ചകളൊക്കെ പറയുകയാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്, രസമുണ്ട് കാണാൻ. അങ്ങ് താഴെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ താഴോട്ട് പോയിട്ട് നോക്കാം ഇവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ ഇവിടെ നടക്കുമ്പം വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ താഴോട്ട് അഗാധമായിട്ടുള്ള കൊക്കയെ കാല് തെറ്റിയാൽ താഴെ കിടക്കും. അതിനൊന്നും യാതൊരു സംശയമില്ല. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയിപ്പോൾ ഇവിടെ ഒത്തിരി നേരം നിന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല, മൊത്തം മുടി. ആ ഒരു സൈഡ് കണ്ടോ, ഫുള്ള് വൈറ്റായി. ഇനിയിപ്പം ഇവിടെ കുറച്ച് ഭാഗങ്ങൾ പച്ചപ്പുണ്ട്. ഇനിയിപ്പം ഒരു 5 മിനിറ്റിനുള്ളിൽ അതും മൊത്തം വൈറ്റ് ആവും. പിന്നെ ഇതുപോലൊരു പുകമയമായിരിക്കും എല്ലാം. അപ്പോൾ പിന്നെ ഇവിടെ കൂടുതൽ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. രസമുണ്ട്, നല്ലതാണ്. അങ്ങ് താഴത്തെ ആ തേയിലത്തോട്ടങ്ങളും അതും ഇതുമെല്ലാം അങ്ങ് മറഞ്ഞു പോയി. കണ്ടോ എന്ത് പെട്ടെന്നാണ് കൂടെ കയറി ഇതായത്. കണ്ടോ, മൊത്തം മൂടി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി നേരെ മേട്ടുമലയിലേക്ക് പോകാം. ആ ഒരു വ്യൂ പോയിൻ്റ് കൂടി കണ്ടേച്ച് നമുക്ക് വരാമേ. എന്താടാ ജിജോ, കൈ നേരെ നിൽക്കുന്നില്ലടാ. അമ്പാ അങ്ങനെ ആടിപ്പാടി കുലുങ്ങിത്തുള്ളി നമ്മൾ ലാസ്റ്റ് വ്യൂ പോയിൻ്റായ മാട്ടുമലയിലെത്തിയേ. ഈ പച്ചക്കുതിരയാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണല്ലോ ഭ്രമരം മൂവിയുടെ ചില ക്ലൈമാക്സ് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നെല്ലിയാമ്പതി മലനിരകളുടെ ഉച്ചിയിലാണ്. നെന്മാറ വഴിയും കൊല്ലങ്കോട് വഴിയും ഒക്കെ പോകുമ്പോൾ സൈഡിൽ കാണുന്ന ആ മലനിരകളിലുള്ള ഏതോ ഒരു മലയുടെ ഏതോ ഒരു വശത്താണ് ഇപ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഹിൽ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഈ മലനിരകൾ മാത്രമല്ല, ഏത് മലയുടെ ടോപ്പിലെത്തിയാലും അവിടുത്തെ ആ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, അത് ഗംഭീരമാണ്. കാഴ്ചകളേക്കാൾ കൂടുതൽ ഓരോ മലയും താണ്ടുന്ന ദുർഘടം പിടിച്ച ആ വഴിയാണ് നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ഒക്കെ തരുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന മാട്ടുമല കേട്ടോ. ഫുള്ള് കോട കൊണ്ട് മൂടി കേട്ടോ. വ്യൂ എല്ലാം പോയി. ഞാൻ എവിടെ ചെന്നാലും ഇതാണല്ലോ അവസ്ഥ എന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്.
കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല, മൊത്തം വെള്ളയാണ്. താഴോട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. ഇത്രയും കാഴ്ചകളാണ്. കണ്ടോ, ഫുള്ള് കോടയിൽ നിറഞ്ഞിരിക്കുക, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ കോടയൊക്കെ ഒന്ന് മാറും, നമുക്കൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ മാറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചപ്പും ഹരിതാഭയും ഒക്കെ കാണാം. കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, അതെ, ഇത്രയും പേരൊക്കെ ഇവിടെ ഉണ്ട്. കോട ഇഷ്ടപ്പെടുന്നവർ, കോടയെന്ന് പറയുന്നത് ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്. പക്ഷെ കാഴ്ച മറയ്ക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മളിത് വീഡിയോ എടുക്കാൻ നേരം കാഴ്ച കിട്ടാതെ ഈ കോട കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അവിടെ നമ്മൾ വന്ന ജീപ്പുകളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. 1 2 3 4 5, ഇവിടെ 3 എണ്ണം ഉണ്ട്. 8 ജീപ്പുകൾ മൊത്തം ഇപ്പോൾ കിടപ്പുണ്ട് കേട്ടോ, 8 എണ്ണേ ഉള്ളൂ. കുറേ ജീപ്പുകളൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ നെല്ലിയാമ്പതിയിൽ വരുമ്പോൾ ഒരു ഓഫ് റോഡ് ജീപ്പ് എന്തായാലും എടുക്കണം കേട്ടോ. കുറച്ച് കുലുങ്ങിയും പതുങ്ങിയും കുടൽ കലങ്ങിയൊക്കെ വരുന്നത് ഒരു രസമാണ്. വ്യൂ പോയിന്റുകൾ മാത്രം കാണാതെ ഇതുപോലെ ഒരു ഓഫ് റോഡ് ജീപ്പ് കൂടെ എടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ വന്ന ആ പച്ച ജീപ്പാണ്, പച്ച. അതിനകത്ത് എടുപ്പുള്ളത് ആ ജീപ്പ് തന്നെയാണ്. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ടയറും സൈസും ഒക്കെ മാറ്റിയിട്ടിരിക്കുക. ജിജോ എപ്പടി ഇருக்கு? സൂപ്പറാ ഇരിക്കാ. ആ റോഡിൽ നിന്നൊരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ടോ, അതാണ് നമ്മുടെ ഭ്രമരത്തിൻ്റെ ഷൂട്ട് നടന്ന ആ ഒരു റോഡെന്നാണ് പറയുന്നത്. അതുവഴിയാണ് മോഹൻലാൽ ജീപ്പ് ഓടിച്ച് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി തന്നെ ഒരു ജീപ്പ് ഇതാ വരുന്നുണ്ട്. അത് കോട വന്നപ്പോഴത്തേക്ക് മുമ്പ് വെച്ച് ഇതൊന്നും കാണുന്നുണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട്, ആളെ പറത്തിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഓഫ് റോഡ് റൈഡിൻ്റെ ആ ലാസ്റ്റ് വ്യൂ പോയിന്റും കണ്ട് ഇനി നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയാണ്. ബാക്ക് സീറ്റിലിരുന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി നേരെ ബൈക്കിൽ ചാടി കയറിയതാണ്. പക്ഷേ അതൊരു മോശം തീരുമാനമായി പോയി എന്ന് ഇപ്പം മനസ്സിലായി. കമ്പിയിൽ ഞാന്ന് തൂങ്ങിക്കിടക്കുകയാണ്. ഇരിക്കുവാണെന്ന് വേണേലൊരു ഗുമ്മിന് പറയാം. ഇനിയിപ്പോൾ കേശവൻപാറയും സീതാർകുണ്ട് വ്യൂ പോയിൻറ്റും ഒക്കെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ അത് ഉടനെ തന്നെ അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇന്നത്തേക്ക് ബൈ ബൈ. മൂസിക്ക